കാര്യങ്ങൾ മുഴുവനും തന്റെ ഭർത്താവിനോട് പറയുന്നു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ, അത് സുമാല തന്നെ. കാണാൻ ശരിക്കും കുമാലെ പോലെ തന്നെ. അവൾ എപ്പോഴും കുമാലയുടെ പിറകിൽ തന്നെ ഉണ്ട്. ഇതെല്ലാം കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കാനേ അയാൾക്ക് പറ്റിയുള്ളൂ. അയാള് വേഗം തന്നെ കുമാലയുടെ അടുത്തേക്ക് പോകുന്നു. ആ കുട്ടികളേക്ക് മോളാണ് കൊന്നത്. അച്ഛൻ മോളോട് ദേഷ്യപ്പെടില്ല, ധൈര്യമായിട്ട് പറഞ്ഞു. ഇത്തവണ അയാള് വളരെ സ്നേഹത്തോടു കൂടിയാണ് അവളോട് പെരുമാറുന്നതും. ഞാനല്ല അതൊന്നും ചെയ്തത്, എല്ലാം സുമാലയുടെ പണിയാ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും അവൾ അതൊന്നും കേൾക്കാറില്ല. കുമാല അറിയാവുന്ന കാര്യങ്ങളെല്ലാം അയാളോട് തുറന്നു പറയുന്നു. ഇതിനൊരു പരിഹാരം കണ്ടല്ലേ പറ്റൂ. അതിനുവേണ്ടി അയാൾ മറ്റൊരു മന്ത്രവാദിയുടെ അടുത്തേക്ക് പോകാൻ തയ്യാറാകുകയാണ്. പോകുന്നതിന് മുന്നേ കുമാലയെ കെട്ടിയിടാൻ സുക്കീറിനെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ സോൾജിമാൻ പോയതും സുക്കീർ കുമാലയുടെ കാല് ഒരു വലിയ മരപ്പലകയിലായിട്ട് ബന്ധിച്ചിടുന്നു. അല്പനേരം കഴിഞ്ഞതും അവൾക്കുള്ള ഭക്ഷണമായിട്ട് ആന്റിയും വരുന്നുണ്ട്. അവളുടെ അവസ്ഥ കണ്ട് അവർക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. മോളെ, മോൾക്കൊരു കാര്യം അറിയോ? നാളെ മോൾക്ക് 10 വയസ്സ് തികയുവാ. ആന്റി എന്ത് സമ്മാനമാ തരേണ്ടത്? എനിക്ക് വേണ്ടത് ആന്റി ഇവിടുന്ന് പോകണമെന്നാണ്. ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ആന്റിക്ക് ഒന്നും സംഭവിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ കുമാല പറഞ്ഞതനുസരിച്ച് ആന്റി തന്റെ മകനുമായിട്ട് അവിടുന്ന് പോവുകയാണ്. അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും അവൾക്കറിയാം. ഇതേ സമയം സോൾജിമാൻ ആ മന്ത്രവാദിയെ കാണാൻ വന്നിരിക്കുകയാണ്. എന്നാൽ മന്ത്രവാദി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് സോൾജിമാൻ ഞെട്ടിപ്പോയി. സുലോസ്ത്രീ സാത്താനുമായിട്ടുണ്ടാക്കിയ ഇടപാടെല്ലാം അയാൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ 2 കുട്ടികളെ നിങ്ങൾ നന്നായിട്ട് വളർത്തിയിരുന്നെങ്കിൽ 10 വയസ്സാകുമ്പോൾ സാത്താന്റെ കുട്ടി സാത്താന്റെ അടുത്തേക്ക് തന്നെ തിരികെ പോയാനെ. മറ്റേ കുഞ്ഞിനെ നിങ്ങൾക്ക് സന്തോഷത്തോടെ വളർത്താനും പറ്റും. പക്ഷേ നിങ്ങൾ ചെയ്തത് എന്താ? സാത്താന്റെ കുട്ടിയെ ആദ്യം തന്നെ കൊന്നുകളഞ്ഞു. സാത്താനുമായിട്ടുള്ള ഉടമ്പടി തുടക്കത്തിൽ തന്നെ നിങ്ങൾ 2 പേരും തെറ്റിച്ചു കളഞ്ഞു. ഇനി ഇതിന് ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ. അതും പറഞ്ഞ് അയാൾ ഒരു കത്തി എടുത്ത് സോൾജിമാന്റെ കയ്യിൽ കൊടുക്കുന്നു. ഇത് വെച്ച് അവളുടെ ഹൃദയത്തിൽ കുത്തി ഇറക്കിയാൽ മതി. പക്ഷെ അവൾക്ക് 10 വയസ്സ് തികയതിനു മുന്നേ തന്നെ ഇത് ചെയ്യണം. അല്ലെങ്കിൽ കുമാള എന്നേക്കുമായിട്ട് സുമാലായി മാറും. പിന്നീട് ആർക്കും ഒന്നും തന്നെ ചെയ്യാനും പറ്റില്ല. അങ്ങനെ സോൾജിമാൻ ആ കത്തിയുമായിട്ട് തന്റെ വീട്ടിലേക്ക് തിരിക്കുന്നു. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് സുക്കീറിനെയാണ്. അയാള് തന്റെ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്താണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. പുറത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ കാണുന്നതോ ചെടികൾക്കിടയിലായിട്ടിരുന്ന് കരയുന്ന കുമാലയും. എന്നാൽ അയാൾ അടുത്തേക്ക് വന്നതും അവൾ പെട്ടെന്ന് കരച്ചിൽ മാറ്റി ചിരിക്കാൻ തുടങ്ങി. നീ എന്താടി കളിക്കുവാണോ? അയാളത് ചോദിച്ചതും അവൾ പെട്ടെന്ന് അയാളുടെ പുറത്തേക്ക് ചാടി വീഴുന്നു. എന്നിട്ട് ഒരു കത്തിയെടുത്ത് അയാളെ കുത്താനായിട്ട് വന്നതും പേടിച്ചു പോയ അയാള് വീടിനകത്തേക്ക് കയറിയ ഒരു ഒറ്റ ഓട്ടം. പക്ഷെ സുമാല വിടുവോ? അടച്ച കതവൊക്കെ കത്തി കൊണ്ട് കുത്തി പൊളക്കുന്നു അവൾ. അയാൾ എങ്ങനെയൊക്കെ ഓടിയിട്ടും ഒരു രക്ഷയില്ല. അവസാനം അയാള് പണ്ട് കുമാലയോട് പറഞ്ഞതുപോലെ തന്നെ അയാളുടെ കഴുത്തർത്ഥം കൊന്നുകളഞ്ഞു. ഇതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലാണ് സുലോസ്ത്രീ. അപ്പോഴാണ് താഴെ ആരോ പിയാനോ വായിക്കുന്ന ശബ്ദം ഒരു കേൾക്കുന്നത്. ശബ്ദം കേട്ട് അവര് വേഗം താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു. വിചാരിച്ചതുപോലെ തന്നെ അത് കുമാലയായിരുന്നു. പക്ഷേ അവളുടെ ദേഹത്ത് മുഴുവൻ ഉണ്ടായിരുന്ന ബ്ലഡ് കണ്ട് അവർ ശരിക്കും ഞെട്ടിപ്പോയി. കയ്യിലാണെങ്കിൽ ഒരു വലിയ കത്തിയും. പേടിച്ചുപോയ അവര് പതിയെ പിറകിലേക്ക് നടന്നതും ചെന്ന് തട്ടി നിന്നതാണെങ്കിലോ കെട്ടിത്തൂക്കിയിരിക്കുന്ന സുക്കീറിന്റെ ബോഡിയിലും അയാളുടെ കഴുത്തൊക്കെ തൂങ്ങി ആടുവായിരുന്നു. അത്രയും കൊടൂരമായിട്ട് കൊന്നിട്ടേക്കുന്നു. ഇതൊക്കെ കണ്ട് പേടിച്ചുപോയ സുലോസ്ത്രീ ഓടിച്ചെന്ന് തന്റെ മുറിയിൽ കയറി കഥ അടച്ചു. എന്തിനാ അമ്മ കഥ അടച്ചത്? വാ നമുക്ക് കളിക്കാം. അതും പറഞ്ഞ് കുമാല ആ ഡോറ് മുഴുവൻ കുത്തി പൊട്ടിക്കുവാണ്. ശേഷം ആ ഡോറിന്റെ വിടവിലൂടെ അവർ നോക്കി വല്ലാത്തൊരു ചിരിച്ചിരിക്കുന്നുണ്ട് അവൾ. മാത്രമല്ല ഒറ്റ ഓട്ടത്തിന് വന്ന് ആ കതവ് ചവിട്ടി പൊളിക്കുന്നുണ്ട്. ശേഷം മറ്റുള്ളവരെ കൊടൂരമായിട്ട് കൊന്നതുപോലെ തന്നെ അവളുടെ അമ്മയെ അവൾ കൊല്ലാൻ നോക്കുന്നു. വിറക് വെട്ടുന്നത് പോലെ കാലൊക്കെ കുത്തിക്കേറി പൊളന്നെടുക്കുന്നു. ശേഷം ഒരു കൈപ്പത്തി അറുത്തങ്ങ് മാറ്റി. എന്താ നിങ്ങൾക്ക് വേദനിക്കുന്നോ? അങ്ങനെയെങ്കിൽ ജനിച്ച സമയത്ത് എന്നെ കൊന്നപ്പോൾ എനിക്ക് എന്തുമാത്രം വേദനിച്ചു കാണും. സത്യമായിട്ടും ഞാൻ നിന്നെ കൊല്ലാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. എന്റെ ഭർത്താവ് നിന്നെ അങ്ങനെ ചെയ്തത്. ശരി, അവനാണ് കൊന്നത്. പക്ഷേ കുമാലയെ നീ സ്നേഹിച്ചിരുന്നോ? അവളെ എന്താ നന്നായിട്ട് നോക്കാഞ്ഞത്? ഞാൻ അവളെ സ്നേഹിച്ചാൽ 10 വയസ്സാകുമ്പോൾ പിശാച് അവളെ കൂട്ടിക്കൊണ്ട് പോവില്ലേ? അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാ അവൾക്കൊന്നും ആകരുതെന്ന് കരുതി ഞാൻ അവളോട് ദേഷ്യം കാണിച്ചത്. എന്നാൽ സുമാല അത് വിശ്വസിക്കുന്നതേയില്ല. എനിക്ക് കുമാലയോടൊന്ന് സംസാരിക്കണം. മരിക്കുന്നതിന് മുന്നേ എന്നെ അതിനൊന്ന് അനുവദിക്കണം പ്ലീസ്. അവര് കെഞ്ചി പറഞ്ഞതും സുമാല അതിന് സമ്മതിക്കുന്നു. സുമാല ശരീരം വിട്ട് മാറിയതും അവൾ പെട്ടെന്ന് കുമാലയായി മാറി. ഞാൻ ചെയ്തതിനൊക്കെ മോൾ എനിക്ക് മാപ്പ് തരണം. അമ്മയൊന്നും വേണമെന്ന് വെച്ച് ചെയ്തതല്ല. കുമാലയ്ക്ക് അവൾ അമ്മയോട് എങ്ങനെ ക്ഷമിക്കാതിരിക്കാനാകും? അവള് ഇതുവരെ നടന്നതെല്ലാം ക്ഷമിച്ചു കൊടുക്കുന്നു. എന്നാൽ പെട്ടെന്നാണ് അവൾ വീണ്ടും സുമാലയായി മാറിയത്. അവൾ നിങ്ങളോട് ക്ഷമിക്കുമായിരിക്കും, പക്ഷെ ഞാൻ ക്ഷമിക്കില്ല. അതും പറഞ്ഞ് കത്തിയെടുത്ത് അവരുടെ വയറ്റിൽ കുത്തിയിറക്കി അവരെ കൊന്നുകളഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷമാണ് സോൾജിമാൻ അങ്ങോട്ടേക്ക് വരുന്നത്. വന്നു കയറിയപ്പോഴേ അവിടെ പന്തിയെല്ലാം അയാൾക്ക് മനസ്സിലായി. ഹാളിലായിട്ട് സുക്കീർ മരിച്ചു കിടക്കുന്നത് കണ്ടതും അയാൾ വേഗം ഓടി സുലോസ്ത്രയുടെ റൂമിലേക്ക് ചെല്ലുന്നു. എന്നാൽ അവിടെ ചെന്ന് മരിച്ചു കിടക്കുന്ന തന്റെ ഭാര്യയെ കണ്ടതും അയാൾക്ക് സഹിക്കാനായില്ല. അവരുടെ ബോഡിയും കെട്ടിപ്പിടിച്ച് അയാൾ പൊട്ടിക്കരയുവാണ്. എന്നാൽ അപ്പോഴാണ് സൈഡിലായിട്ട് സുമാലയും കുമാലയും നിൽക്കുന്നത് അയാൾ കാണുന്നത്. അച്ഛൻ എന്ന് മനസ്സിലായോ? സുമാല ചോദിച്ചതും അയാൾ പേടിച്ചു വരച്ചുപോയി. അപ്പോ തന്നെ സമയം കൃത്യം 12 മണി. ആ നിമിഷം തന്നെ സുമാല മൊത്തമായിട്ട് വായ വഴി കുമാലയുടെ ഉള്ളിലേക്ക് കയറുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ 2 പേരും ഒന്നായിരിക്കുകയാണ്. മാത്രമല്ല അവളെ കാണാൻ ഇപ്പോൾ നേരത്തെക്കാളും കൊടൂരമായിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു പിശാശ്. മന്ത്രവാദി കൊടുത്ത കത്തിക്കൊണ്ട് അയാൾ അവളെ കുത്താൻ നോക്കിയെങ്കിലും നടന്നില്ല. കാരണം ഇപ്പോൾ അവൾ അത്രയും ശക്തി പ്രാപിച്ചിരുന്നു. വേറെ വഴിയില്ല എന്ന് കണ്ടതും അയാൾ ജീവനും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ തുടങ്ങി. ഓടുന്ന വഴി സ്റ്റെയർകേസിൽ നിന്നും തെന്നി വീഴുന്നൊക്കെയുണ്ട്. നേരെ ഗ്രാമത്തിലേക്കാണ് അയാൾ ഓടിപ്പോകുന്നത്. അവിടെ ചെന്ന് നാട്ടുകാരുടെ മുഴുവൻ അയാൾ കാര്യം പറയുന്നു.
എന്റെ ഭാര്യയും സുക്കീറും എല്ലാം മരിച്ചു. അയാളത് പറഞ്ഞതും വിശ്വസിക്കാനാവാതെ നാട്ടുകാരെ മുഴുവൻ അയാളുടെ വീട്ടിലേക്ക് ഓടിച്ചെല്ലുന്നു. ഡെഡ് ബോഡികൾ കണ്ടതും അവർ ഞെട്ടിപ്പോയി. ഇതൊക്കെ ആരാ ചെയ്തത്? നിങ്ങളുടെ മകളാണോ? എങ്കില് ഞങ്ങളുടെ കുട്ടികളെ കൊന്നത് അവള് തന്നെ ആയിരിക്കും. അങ്ങനെ നാട്ടുകാര് മുഴുവനും കുമാലയെ തപ്പി ഇറങ്ങാൻ തുടങ്ങി. ചോളക്കാട് മുഴുവനും അവൾക്ക് വേണ്ടി അവർ അരിച്ചു പെറുക്കുകയാണ്. മന്ത്രവാദി കൊടുത്ത കത്തിയെടുത്ത് സോഡ്ജിമാൻ അവളെ തേടി ഇറങ്ങുന്നുണ്ട്. അയാൾ നേരെ പോകുന്നത് ചോളപ്പാടത്തേക്ക് തന്നെയാണ്. പക്ഷേ അപ്പോഴേക്കും നാട്ടുകാർ മുഴുവൻ അവിടുന്ന് പോയിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ അയാൾ മാത്രമാണ് അവിടെ ഉള്ളത്. അവളെയും തേടി അതിനുള്ളിലൂടെ അയാൾ നടക്കുമ്പോഴാണ് പാട്ട് പാടുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നത്. നോക്കിയപ്പോ പാട്ടും പാടി തന്റെ അടുത്തേക്ക് വരികയാണ്. അത് കൊടൂരമായ രൂപം. ആരായാലും പേടിച്ചു പോവില്ലേ? അവള് പെട്ടെന്നൊരു കത്തിയുമായിട്ട് അയാളുടെ ദേഹത്തേക്ക് ചാടി വീഴുന്നു. എന്നാൽ സോഡ്ജിമാൻ പെട്ടെന്ന് ഒരു ലൈറ്റ് എടുത്ത് അവളുടെ തലയിലേക്ക് ആഞ്ഞടിക്കുന്നു. ഒന്നല്ല രണ്ടല്ല 3-4 അടി കൊടുക്കുന്നുണ്ട്. ബോധം പോയ അവളുടെ നെഞ്ചിലായിട്ട് കത്തിയെടുത്ത് കുത്താനായിട്ട് വരുന്നുണ്ടെങ്കിലും ഒരു തവണ കൂടി തന്റെ കുഞ്ഞിനെ കൊല്ലാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. കൊല്ലാൻ മനസ്സ് വരാതെ അയാൾ അവളെ ഒരു ചാക്കിനുള്ളിലായിട്ട് കെട്ടിയിടുന്നു. മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാനായിരുന്നു അത്. അച്ഛനോട് ക്ഷമിക്കുമോളെ, ഞാൻ ചെയ്തത് എല്ലാം തെറ്റായിരുന്നു. അതും പറഞ്ഞ് തെറ്റോർത്ത് അയാൾ കരയാൻ തുടങ്ങി. ഇത്രയും വർഷം കുമല നിങ്ങളുടെ കൂടെ തന്നെ അല്ലായിരുന്നോ? നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി അവൾ എത്രമാത്രം ആഗ്രഹിച്ചു. എന്നാൽ അപ്പോഴൊന്നും മാറാത്ത മനസ്സ് പെട്ടെന്ന് മാറിയല്ലേ? ഞാൻ നിങ്ങളെ ഒരിക്കലും വിശ്വസിക്കില്ല. അവള് പറയുന്നത് കേട്ട് അയാൾ പെട്ടെന്ന് ചാക്കിലേക്ക് തൊട്ടതും അതിനകത്ത് സുമാല ഉണ്ടായിരുന്നില്ല. അയാൾക്ക് വീണ്ടും പേടിയായി തുടങ്ങി. ടെൻഷനോടെ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയപ്പോഴാണ് ഒരു കത്തി കൊണ്ട് സുമാല അയാളുടെ കാലിനിട്ട് വെട്ടുന്നത്. ഇനിയും മകളെന്ന സെന്റിമെന്റ്സ് വെച്ചുകൊണ്ടിരുന്നാൽ തന്റെ ജീവൻ പോകുമെന്ന് മനസ്സിലാക്കി കയ്യിൽ കിട്ടിയൊരു കത്തിയെടുത്ത് അയാൾ അവളുടെ നെഞ്ചിലേക്ക് തന്നെ കുത്തിയങ്ങിറക്കി. എല്ലാം അവസാനിച്ചു. ഒരു വിധത്തില് രക്ഷപ്പെട്ടെന്ന് കരുതി ആശ്വസിച്ചിരിക്കുമ്പോഴാണ് അയാളുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് കുമാല വീണ്ടും എഴുന്നേറ്റ് വരുന്നത്. ഞാൻ കുമാലയുടെ ദേഹത്ത് കയറിയപ്പോഴേ എന്റെ പല്ലിനൊക്കെ നല്ല മൂർച്ച വന്നു. കണ്ണൊക്കെ വെള്ള കളറായത് കണ്ടോ? അതുപോലെ എന്റെ ഹൃദയം ഇടതുവശത്തല്ല, അതിന്റെ സ്ഥാനമേ ഇപ്പോൾ വലതുവശത്താ. അതും പറഞ്ഞ് അവൾ അയാളുടെ വയറ് കുത്തിക്കീറി കുടൽമാല വരെ പുറത്തെടുക്കുന്നു. ശേഷം ആ കത്തി നെഞ്ചിലേക്ക് കുത്തിക്കയറ്റി അയാളെങ്ങ് കൊന്നുകളയുകയാണ്. പിറ്റേന്ന് നാട്ടുകാർ കാണുന്ന കാഴ്ച ഇതാണ്. ചോളപ്പാടത്തിന് നടുവിലായിട്ട് കുരിശിൽ തറച്ച മാതിരി കെട്ടിവെച്ചിരിക്കുന്ന സോഡ്ജിമാന്റെ ഡെഡ് ബോഡി. പണ്ടിതുപോലെ കുമാലയോടും അയാൾ ഇത് തന്നെയല്ലായിരുന്നു ചെയ്തത്. അയാളെ മാത്രമല്ലായിരുന്നു സുമാല കൊന്നത്. അവളെ കൊല്ലാനായിട്ട് അയാൾക്ക് ഐഡിയ പറഞ്ഞു കൊടുത്ത ഒരു മന്ത്രവാദിയില്ലേ, അയാളെയും അവളങ്ങ് തട്ടി അയാളുടെ തലയ്ക്കകത്തൂടെ കത്തി ഇറക്കിയാണ് കൊന്നുകളഞ്ഞത്. സോഡ്ജിമാനും സുലോസ്ത്രയൊക്കെ മരിച്ചതറിഞ്ഞ് അവരുടെ ബോഡി കാണാനായിട്ട് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊക്കെ നടക്കുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് കുമാല അവരെ പറഞ്ഞു വിട്ടതും. ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ വർഷങ്ങൾ കുറെയായി. പക്ഷെ ഇതുവരെ ആയിട്ടും ആർക്കും സുമാലയെ കണ്ടെത്താനായിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം ആന്റിയുടെ മകനായ സബ്ദോയാണ് നാട്ടുകാരോടെല്ലാം പറഞ്ഞു കൊടുക്കുന്നതും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ സന്ധ്യ കഴിഞ്ഞ് ആരും വീടിന് പുറത്തിറങ്ങാതിരിക്കുക. സിനിമയുടെ തുടക്കത്തിൽ സുഡ്രീന എന്നൊരു കുട്ടിയെ സുമാല കൊല്ലുന്നത് കാണിക്കുന്നില്ലേ? അവന്റെ അച്ഛൻ ഈ കഥകളൊന്നും വിശ്വസിക്കുന്നില്ല. അബ്ദി തന്നെയാണ് തന്റെ മകനെ കൊന്നിരിക്കുകയെന്നാണ് അയാൾ പറയുന്നത്. രാത്രിയിൽ എന്തോ ശബ്ദം കേട്ടാണ് അയാൾ പുറത്തേക്ക് വരുന്നത്. എന്നാൽ കണ്ട കാഴ്ചയിൽ അയാൾ ഞെട്ടിത്തരിച്ചുപോയി. എന്താണെന്ന് വെച്ചാൽ തന്റെ ഭാര്യയെ കൊന്നു തിന്നുന്ന സുമാല. ആ ഒരു സീന് കാണിച്ചുകൊണ്ട് ഈ മൂവിയുടെ അവസാനിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നടന്ന സംഭവമായിട്ടാണ് ഈ സിനിമയിൽ പറയുന്നതും. ഇപ്പോഴും സുമാല ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ആ നാട്ടുകാരുടെ വിശ്വാസം. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി.